ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ റെഡിയാക്കാവുന്ന ഒരു ചില്ലി ചിക്കൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പോന്നോളൂ വീഡിയോയിലേക്ക്. ചിക്കൻ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2.5 ടീസ്പൂണോളം കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. 1/2 കിലോയിൽ കൂടുതൽ ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കോൺഫ്ലവർ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം ചില്ലി സോസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം സോയാ സോസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാനത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊരു ഹാഫ് ആൻ അവറിൽ കൂടുതൽ, ഒരു ഹാഫ് ആൻ അവർ, മാക്സിമം ഒരു ഹാഫ് ആൻ അവർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് പൊരിച്ചെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതുണ്ടാക്കാനായിട്ട് നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യില്ല. നമുക്ക് സൺഫ്ലവർ ആണ് നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം, എണ്ണ ചൂടാവട്ടെ. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇത് നന്നായി പൊരിച്ചെടുക്കാം. നമുക്ക് ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ചിക്കൻ ഒന്ന് വറുത്തെടുക്കണം. ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. ഈ ഓയിലിലേക്ക് ഞാൻ അരിഞ്ഞു വച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള റൗണ്ടായിട്ടാണ് ഞാൻ ഇത് ഒരു ചതുര കഷ്ണം പോലെയാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. ക്യാപ്സിക്കം, ഡിഫറെൻറ്റ് കളറ് ക്യാപ്സിക്കം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ ഉള്ളിയുടെ കടഭാഗമാണ്, ഉള്ളി തൊണ്ടിൻ്റെ. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പച്ചക്കറികളെല്ലാം നന്നായി ഒന്ന് റെഡിയായി വരട്ടെ.
അപ്പോൾ വെജിറ്റബിൾ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിളും ചിക്കനും നന്നായി വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ, നമ്മൾ ഓൾറെഡി ചിക്കനിൽ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ്, ചിക്കനിലും നമ്മൾ ഉപ്പ് ചേർത്തിരിക്കുന്നതാണ്. അതിനുശേഷം നമുക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഒരു 2 ടീസ്പൂണോളം സോയാ സോസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചില്ലി സോസ് 2 ടീസ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ടൊമാറ്റോ സോസ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം ടൊമാറ്റോ സോസ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു 3/4 ഗ്ലാസോളം വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് തിളച്ച് മിക്സ് ആകട്ടെ. നമ്മുടെ ചില്ലി ചിക്കനും എല്ലാം നന്നായി മിക്സായി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഞാൻ 2 ടേബിൾ സ്പൂണോളം കോൺസ്റ്റാർച്ച് വെള്ളത്തിൽ കലക്കി വച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടാനായിട്ട് നമുക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് കുറച്ച് ഉള്ളിത്തൊണ്ട് ഇതിൽ നമുക്ക് അരിഞ്ഞ് ചേർക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ട്രൈ ചെയ്യണം, വീട്ടിലുണ്ടാക്കി നോക്കണം. ഇനി നമുക്കിതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.